നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ്. പോസിറ്റീവായ എനർജിയോട് കൂടിയും അതുപോലെ തന്നെ വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങളിത് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് ഓരോ പോസിറ്റീവായ കാര്യങ്ങളും കണക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്ന് നെഗറ്റീവാകുന്ന ചിന്തകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും യൂണിവേഴ്സൽ സപ്പോർട്ടോടു കൂടി ഹീലായി പോവുകയും ചെയ്യുമെന്നത് വ്യക്തമായി മനസ്സിലാക്കുക. കാരണം അത്രത്തോളം വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് ഓരോ റീഡിങ്സുകളുമെന്നും മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ റീഡിങ്സുകൾ ഇടാൻ പറ്റാതെ പോകുന്നത് നമുക്ക് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തിരക്കുകളും കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ്. അതല്ലാതെ നിങ്ങളെ മറന്നു പോകുന്നതല്ല കേട്ടോ. അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു എനർജി പോസിറ്റീവായ ഒരു എനർജി തന്നെയാണ്. വളരെയധികം ഒരു ഫോക്കസിങ് എനർജി. അതായത് കരിയർ പാത്തിലാണേലും നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങൾക്കാണേലും ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കണം, ഒരു ഫോക്കസിങ് കൊടുക്കണം. ആ ഒരു കാര്യത്തിൽ ഒരു റെസ്പെക്റ്റോടു കൂടിയും അതല്ലെങ്കിൽ ആ ആത്മാർത്ഥതയോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ ഇന്നൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആ ഒരു കാര്യം, ഇനി ബിസിനസ് സംബന്ധമായിട്ടോ ജോലി കരിയറിലൊക്കെ ഒരു പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു കാര്യത്തിന് ഇനി മുന്നോട്ടേക്ക് നല്ലൊരു ഫോക്കസിങ് കൊടുക്കണമെന്നും, അതുപോലെ ഇന്ന് നിങ്ങളുടെ കരിയറിലാണേലും നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിന് എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തു പോകുന്നത്, നിങ്ങളുടെ ജീവിതവുമായി കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം എന്തായാലും ആ കാര്യത്തിൽ നിങ്ങൾ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും ഒരു ഫോക്കസിങ് കൊടുക്കേണ്ട ദിവസമാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫോക്കസിങ് എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഫിനാൻഷ്യലി ആയിട്ടാണെങ്കിലും ഒക്കെ വളരെയധികം അത്യാവശ്യമായ ഒരു സിറ്റുവേഷൻസാണ്. ഇമോഷണലി ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഇന്നൊരു ഫോക്കസിങ് എനർജിയിലേക്കായിരിക്കണം പോകേണ്ടതെന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്കൊരു വളരെ പോസിറ്റീവാകുന്ന ചില അനുഭവങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഇന്ന് നിങ്ങൾ നൽകുന്ന ഒരു ഫോക്കസിങ്, ഒരു പ്രാധാന്യം, നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പുതിയ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നൊരു പുതിയ ആക്ഷൻ എടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു ദിവസമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് യൂണിവേഴ്സൽ ഫോക്കസിങ് കൊടുക്കാൻ പറയുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ കുറച്ച് ഹാർഡ് വർക്കും ചെയ്യേണ്ടി വരും കേട്ടോ. ഇന്ന് കരിയർ പാത്തിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ഒക്കെ കുറച്ച് എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു എനർജിയാണ് കാണുന്നത്. അതിനും നിങ്ങൾക്ക് യാതൊരു മടിയും ഇല്ലാത്ത വ്യക്തികളുടെ എനർജിയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് നാളേക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. മാത്രവുമല്ല നിങ്ങൾക്കൊരു ലക്ഷ്യവുമുണ്ട്, ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഉള്ള പേഴ്സണാണ്. അതനുസരിച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു, മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഫോക്കസിങ് എനർജിയോടൊപ്പം തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് കുറച്ച് ഹാർഡ് വർക്ക് കൂടി ചെയ്യുക എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ചുറ്റും നിങ്ങളോട് മത്സരിക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. അതല്ലേ നിങ്ങളുടെ പരാജയം കാണാൻ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നവർ. ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ഉയർച്ചയിൽ എത്തില്ല, നിങ്ങൾ തോറ്റു പോകുമെന്ന് പറയുമ്പോഴും നിങ്ങൾ ചെയ്യുന്ന കഴിവുകളും നിങ്ങൾ നേടിയെടുക്കുന്നതൊന്നും ഈ ഒരു വ്യക്തികൾക്ക് വ്യക്തതയില്ല എന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ സ്കിൽസ് അവർക്ക് അറിയില്ല, നിങ്ങളുടെ മനസ്സിനകത്തൊരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, നിങ്ങളുടെ ഗോൾ എന്താണെന്നൊന്നും
അതായത് ലക്ഷ്യം എന്താണെന്നൊന്നും ഇവർക്ക് വ്യക്തതയില്ല. നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകില്ല എന്ന രീതിയിൽ നിങ്ങളോട് മത്സരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവണം. സക്സസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ശക്തമായൊരു ഫോക്കസിങ്ങും കൂടാതെ തന്നെ ശക്തമായൊരു ഹാർഡ് വർക്കും നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നാണ് കാണുന്നത്. ചില കാര്യങ്ങളിലൊക്കെ ഇമോഷണലി ഒരു ബ്ലോക്കേജ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാവാം. അപ്പോൾ അവരിൽ നിന്ന് തന്നെ നിങ്ങൾ നേരിടുന്ന ചില മത്സരങ്ങൾ അത് നിങ്ങളെ വളരെയധികം ഒരു ഡിസിഷൻ എടുക്കാൻ, തീരുമാനമെടുക്കാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ കാണുന്നത് ഒരു ബ്ലോക്കേജ്, ഇമോഷണലി ചെറിയൊരു ബ്ലോക്കേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കരുത്. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു വിജയം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക. നിങ്ങളുടെ കണ്ണുകൾ മൂടപ്പെടാം, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ സ്റ്റക്കായേക്കാം. പക്ഷെ അതൊന്നും കാര്യമാക്കരുത്. നിങ്ങൾക്ക് എന്തായിരിക്കണം, മുന്നോട്ടേക്ക് എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമെന്നൊരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. കൂടാതെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ദിവസം കൂടിയാണ് കുറേ ആളുകളിൽ ഇന്ന്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഭാരങ്ങൾ, അത് ജോലി സംബന്ധമായിട്ടായിരിക്കാം, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ഉത്തരവാദിത്തങ്ങളൂടെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇമോഷണലി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ബർഡനായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വിശ്വാസത്തോടു കൂടി ചേർത്ത് പിടിച്ച ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കിന്ന് മനസ്സിന് ഭാരമേൽക്കുന്ന, ഒരു ദുഃഖം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തമായ ഒരു തെളിവ്, നിങ്ങളോട് ചീറ്റിംഗ് ചെയ്യുന്നു എന്ന ഒരു തെളിവ് മറ്റുമൊക്കെ നിങ്ങൾക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ദിവസമാണ്. ഒരു ഭാരം ചുമക്കേണ്ടി വരുന്ന ഒരു എനർജിയും കൂടി ഇന്ന് നമുക്ക് വരുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു, അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെ സമയവും നിങ്ങളുടെ അധ്വാനവും എല്ലാം ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് ഫോക്കസിങ് ചെയ്തു കളഞ്ഞു. നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി നാളേക്ക് വേണ്ടിയിട്ട് ചെയ്ത പല കാര്യങ്ങളും ഇമോഷണലി തെറ്റായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല അതിൽ നിങ്ങൾ നിരാശപ്പെടുന്നുണ്ട്. കാരണം നിങ്ങളുടെ സമയം ഒരുപാട് നിങ്ങൾ നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ചില ഇമോഷണലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കളഞ്ഞു എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ആരും മിസ്യൂസ് ചെയ്തു എന്നാണ് കാണുന്നത് കേട്ടോ, ചീറ്റിംഗ് ചെയ്തു എന്നാണ് കാണുന്നത്. ഭൗതികമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ചിലർ ഉപയോഗിച്ച ഒരു എനർജിയാണ് കാണുന്നത്. അതൊരു ബ്ലോക്കേജ് വരുത്തിയിരിക്കുന്നു, ഒരു വെല്ലുവിളിയെ നേരിടേണ്ടി വരുന്ന ഒരു എനർജി. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നാണ് കാണുന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റും. നിങ്ങൾക്കൊരു സ്പിരിച്വൽ എനർജി ഉള്ള വ്യക്തികളാണ്. മുൻകൂട്ടി കാര്യങ്ങളെ കാണാനും അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഡിസിഷൻ എടുക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ സ്റ്റക്നെസ്സിലേക്ക് മാറിപ്പോകരുത്. നിങ്ങൾ പുറത്തേക്ക് വരിക, സ്പിരിച്വലായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ജീവിതത്തിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്, വിജയവും പരാജയവും ഉണ്ട് എന്നത് നിങ്ങളിത് കാണുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തമായിട്ട് അറിയാം. അതിനെ തരണം ചെയ്യാനും പ്രതിരോധിക്കാനുമുള്ള പവറും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന വ്യക്തമായ ഒരു ധാരണയും നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾ അനുഭവിക്കാൻ പോണ ഒരു ചീറ്റിങ്, നിങ്ങൾ അറിയാൻ പോകുന്ന ഒരു ഇമോഷണൽ ചീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായാലും അതിൽ നിങ്ങൾക്കൊരു ബർഡൻ അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ തീർച്ചയായിട്ടും തരണം ചെയ്യും, നിങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുള്ള ഒരു വിൽ പവർ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകും. പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാനും ഇമോഷണൽ ബാലൻസിൽ കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നും ഇനി കറക്റ്റായ ഒരു ശരിയായ റൈറ്റ്
ആയ ഒരു ദിശയിലേക്ക് നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെങ്കിലും കരിയർ പാത്തിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിത്വത്തിന് തന്നെ ഒരു മാറ്റം നിങ്ങൾ വരുത്തുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചില സ്വപ്നങ്ങൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി കണ്ട ചില സക്സസ്, വിജയം എന്ന ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിയാലിറ്റി ആയിട്ട് വരാൻ പോകുന്നു എന്നും കൂടി നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നെഗറ്റീവിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവായ സിറ്റുവേഷൻസുകളും നൽകുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിതിനകത്ത് കുറേ വ്യക്തികളുടെ എനർജിയിൽ കാണാൻ പറ്റുന്നത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുക മാത്രമല്ല, നിങ്ങൾ അതിനെ വെറും നിസ്സാരമായിട്ട് ഇമോഷണലി വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരാൻ പോകുന്നെന്നും നിങ്ങൾ പൂർണ്ണമായും സക്സസ്സിലേക്ക്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കഴിവിനെ, നിങ്ങൾ എന്താണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു. ഇമോഷണലി ഉള്ള ആ ഒരു എനർജിയെ നിങ്ങൾ പൂർണ്ണമായി ഹീലാക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾ ചില ഇമോഷണലി ഉണ്ടായ ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. പക്ഷെ അത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ചില കാര്യങ്ങളെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും എൻഡ് ആക്കുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറേ ആളുകളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് എന്ന എനർജിയിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുമൊക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങളെ മാറുന്നു എന്നാണ് കാണുന്നത്. അത് വലിയ ഒരു പക്വതയോടുകൂടി, മെച്യൂരിറ്റിയോടുകൂടിയാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യുന്നതെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളിനാണേലും നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന വെല്ലുവിളികൾ, ഫിനാൻഷ്യലിയും കരിയറിലും ഇമോഷണലിയും ഒക്കെ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചു കൊണ്ടിരുന്നു. അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ഒരു വീട് നിർമ്മാണത്തിനാണേലും ഒക്കെ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്ന, അതല്ലെങ്കിൽ അത് നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന നിങ്ങളുടെ മുന്നിൽ ഈ നിൽക്കുന്ന വെല്ലുവിളികൾ, കരിയർ പാത്തിലാണേലും ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു ഗോള് അത് നേടിയെടുക്കുക, ഒരു ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക എന്നാണ് പറയുന്നത്. സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക. മറ്റു കാര്യങ്ങളെ, അതായത് നമ്മളുടെ പുറമേ കാണുന്ന ഭൗതികമാകുന്ന എല്ലാ കാര്യങ്ങളെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവാക്കി കളയുക. മറ്റുള്ള ഇമോഷണലി ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, തകർന്നു പോകരുത്. ഇമോഷൻസ് ഒന്നും ആരുടെയും മുന്നിൽ അടിയറ വെക്കാത്ത വിധം നിങ്ങൾ സ്ട്രോങ് ആയൊരു എനർജിയിൽ വന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് കണക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് നേരിടാൻ പോകുന്നുണ്ട് കേട്ടോ. അത് ലീഗലി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത കർമ്മഫലമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ നല്ല രീതിയിലാണ് ഒരു കർമ്മ ചെയ്യുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ മോശമായൊരു സിറ്റുവേഷനാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന ജസ്റ്റിസ്. അതായത് നിങ്ങൾ നല്ലതാണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ടും ധാരണയുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആണ് ജസ്റ്റിസായിട്ട് കാണുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു വെല്ലുവിളികൾ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ സിറ്റുവേഷൻസുകൾ, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. മറ്റു കാണുന്ന സിറ്റുവേഷൻസ്, ഭൗതികമായി കാണുന്ന എല്ലാത്തിനെയും നിങ്ങൾ ഹീലാക്കി കളയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജസ്റ്റിസ് ലഭിക്കും, നീതി ലഭിക്കുമെന്നാണ് കാണുന്നത്. അത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്നും മനസ്സിലാക്കുക. അതുപോലെ ഒരു സൺ റൈസിംഗ് ആണ് കേട്ടോ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ഹാപ്പി ന്യൂസുകൾ, സന്തോഷമുള്ള ചില വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കൊരു റീയൂണിയൻ ഇന്ന് സാധ്യമാവും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പേഴ്സണോടൊത്ത് ഇന്നൊരു കോളോ മെസ്സേജോ എന്താണെങ്കിലും നിങ്ങൾക്കിന്ന് ശക്തമാകുന്ന നല്ല ഒരു ഫൗണ്ടേഷനോട് കൂടി, അതായത് ഒരു അടിത്തറയോടുകൂടിയ ഒരു അടിസ്ഥാനത്തോടു കൂടി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒരു മെച്യൂരിറ്റിയോട് കൂടി രണ്ടുപേരും ഒരേപോലെ മനസ്സോടുകൂടി മുന്നോട്ടേക്ക് ഫോക്കസിങ് ചെയ്തു പോകാൻ പറ്റുന്ന വിധം തെറ്റുകളെല്ലാം ക്ഷമിച്ച്
നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇനിയൊരു യാത്രയുണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു സ്ട്രോങ് ആയ ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതൊരു പുതിയൊരു പ്രണയവുമാകാം കേട്ടോ. പഴയ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ഒരു പുതിയ പ്രണയവും നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി ആവാം. നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ ഇന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എംപററാണ്. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയിൽ നിന്നും ഒരു പവർമാൻ, അതായത് ഭയമില്ലാത്ത വ്യക്തിയുടെ എനർജിയിലേക്ക് വരുന്നു. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ രാത്രികളിലൊക്കെ ഉറക്കം പോലും നഷ്ടപ്പെട്ട് അമിതമായി ഓവർ തിങ്കിങ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, ആവശ്യമില്ലാതെ നിങ്ങളെ ആരോ വാച്ചിങ് ചെയ്യുന്നു, നിങ്ങൾ എവിടെയൊക്കെയോ സ്റ്റക്കാണ്, ആരൊക്കെയോ നിങ്ങളെ ബന്ധനത്തിലാക്കി, ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകളുമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം ഹീലാക്കാൻ പറ്റുകയും ഒരു സ്ട്രോങ് എനർജിയോടുകൂടി വളരെയധികം മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണാനും കാര്യങ്ങൾക്ക് ഒത്തു പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതായത് ആ നെഗറ്റീവ് ആകുന്ന തോട്ട്സുകൾ എന്ത് ചെയ്യണം, ഹീലാക്കി കളയുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസാണ്, ജഡ്ജ്മെൻ്റാണ് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മാനസികമായും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ആരെയെങ്കിലുമൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, നിങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നാണ് കാണുന്ന. ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരികയും അത് നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് ആയിട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു പവർഫുള്ളായ ഒരു മൈൻഡ്, അതായത് ഒരുപാട് നെഗറ്റീവാകുന്ന കാര്യങ്ങളെ ഹീലാക്കി കളഞ്ഞിട്ട് നല്ല പവർഫുള്ളായ മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു. നിങ്ങൾക്കിനി ഇനി നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടാൻ പോകുന്നു. ആരുടെയൊക്കെയോ ഒരു കരങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ പ്രയോറിറ്റിയോടുകൂടി നിന്ന വ്യക്തികളാണെങ്കിൽ ഫിനാൻഷ്യലി ആവാം, അതല്ലെങ്കിൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം, തീരുമാനമെടുക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിൽക്കുകയോ, അതല്ല എങ്കിൽ രണ്ട് കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയൊക്കെ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ്, നിങ്ങളുടെ ആ ഒരു ചിന്ത, നിങ്ങളെ ആ ഒരു നെഗറ്റീവാക്കി നിർത്തുന്ന, സ്റ്റക്കാക്കി നിർത്തുന്ന ആ ഒരു സാഹചര്യം എൻഡ് ആകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻ, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും എൻഡ് ആകുന്നു. അതുപോലെ നിങ്ങളെ ഇന്ന് തേടി കുറേ ആളുകളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രണയം വരുന്നു എന്നാണ് കാണുന്നത്. ഒരു പുതിയ പ്രണയം നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് ഫാമിലി സപ്പോർട്ടോട് കൂടിയുള്ള ഒരു വിവാഹ ജീവിതമാവാം കേട്ടോ. നിങ്ങൾക്ക് വളരെയധികം മാനേജിങ് ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നിങ്ങളെ തന്നെ ഫോക്കസിങ് ചെയ്യുന്ന നല്ല ഒരു പാർട്ട്ണറുടെ എനർജിയാണ് കടന്നു വരുന്നത്. അത് ഫാമിലി കണക്റ്റഡ് ആയ ഒരു ഇമോഷൻസ് ആണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സോൾ എനർജിയിൽ പെട്ട വ്യക്തി തന്നെയാണ് കേട്ടോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കുറേ ആളുകളിലെ എനർജി കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് എൻഡാകുന്നു, കരിയർ പാത്തിൽ ചില പ്രശ്നങ്ങൾ എൻഡാകുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഫിനാൻഷ്യലി സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ വ്യക്തികളിൽ നിന്നും അവസാനിച്ച് കിട്ടുന്നു. അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്ന ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡാകുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ട് വന്നു ചേരുന്നു. ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പാത്തിലാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുന്നൊരു ദിവസമാണ് ഇന്ന്. നിങ്ങൾക്ക് മുകളിലുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന വ്യക്തികൾ, നിങ്ങളെ മുഖം തിരിച്ച് നിന്ന വ്യക്തികളെല്ലാം നിങ്ങൾക്കൊരു പരിഗണന നൽകുന്ന ഒരു ദിവസം, നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ഒരു ജീവിത സിറ്റുവേഷൻസ് കിട്ടി എന്നുള്ള ആ ഒരു ഫീലോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് കുറേ വ്യക്തികൾക്ക്. ചിലരൊക്കെ ചില കാര്യങ്ങളിൽ, അതായത് ചില ഉത്തരവാദിത്തങ്ങളിലൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അത് ചീറ്റിംഗ് എനർജി, നിങ്ങൾ ആവശ്യമില്ലാത്ത ബർഡനൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതുപോലെ കൺഫ്യൂഷൻ, ഒരു കാര്യത്തിനൊരു തീരുമാനം പറയാനോ ചെയ്യാനോ പറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾക്കത് അറിയാം, നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്നു, ഇമോഷണലി
ചീറ്റിംഗ് ചെയ്യുന്നു, ഫിനാൻഷ്യലി ചീറ്റിംഗ് ചെയ്യുന്നു, കരിയർ പാത്തിലൊക്കെ ചീറ്റിംഗ് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളത് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാലം ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഇതെൻ്റെ വിധിയാണ്, ഇത് അനുഭവിച്ച് തീർക്കാവുന്ന അത്രയും കാലം ഞാൻ തീർക്കുന്നു എന്നുള്ള ഒരു വിധിക്ക് വിട്ടുകൊടുത്ത് നിൽക്കുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു എനർജിയിൽ അനുഭവിക്കുന്നു, മറ്റാരുടെയൊക്കെ ഓവർ കൺട്രോളിങ്ങും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചാണെങ്കിൽ പോലും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷണലി പെയിന്, ഒരു ചീറ്റിംഗ് എനർജിക്ക് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആക്ഷൻ എടുക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം നൽകുന്നു. നിങ്ങളെ അവഗണിച്ചെടുത്തും അപമാനിച്ചെടുത്തെന്നൊക്കെ യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ വിദേശയാത്ര, അതായത് ഒരു എയർ ട്രാവലിംഗ് എനർജിയും കുറേ ആളുകളിൽ കാണുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ വേണ്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾ ധൈര്യമായിട്ട് നിങ്ങളുടെ പേപ്പേഴ്സ് വർക്കും മറ്റുമൊക്കെ ചെയ്തോളുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിന് വേണ്ട എല്ലാ മാർഗവും പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കുടുംബത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഫാമിലിയെ വളരെയധികം സേഫാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്കിത് പോസിറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.